ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായസ് ട്രാവൽ വ്ളോഗ്സ്. രാവിലെ കുന്താപുരയിൽ ഇപ്പോൾ സമയം 7:30 മണി. ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് പാർട്സ്, അത് ശിവപ്രസാദ് വെജ് റെസ്റ്റോറൻ്റാണ് അവരുടെ ഫ്രണ്ടിൽ. ഹോട്ടൽ ബാക്ക് സൈഡാണ്. ഓക്കെ, അപ്പോൾ അകത്തുകൂടി ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. രാവിലെ നല്ല മഴ, 7:30 മണി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യായിരുന്നു മഴ കുറയാൻ. മഴ ഇപ്പോൾ ഡ്രസ്സിലിങ്ങേ ഉള്ളൂ, പക്ഷേ നമ്മളുടെ കുടയില്ല. വലിയ മണ്ടത്തരം കാണിച്ചു, കുട മേടിച്ചില്ല. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നനയേണ്ടി വരും. ഒരു ഓട്ടോ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കാറ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഏജൻസിക്ക് തിരിച്ചു കൊടുത്തു. കാര്യം ഇന്ന് നമുക്ക് വലിയ പരിപാടിയില്ല. ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ട്രെയിൻ ഫ്രം ഉടുപ്പി ഇവിടുന്ന് ഒരു 1 hour മതി ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മൾ വേറൊരു ടാക്സി പിടിച്ച് പോകും. അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, കുടയില്ലാതെ നനഞ്ഞ് പോട്ടി വരും. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കുന്താപൂർ ടെമ്പിൾ. ടൗണിൻ്റെ നടുക്ക് തന്നെയാണ് കുന്താപൂർ ടെമ്പിൾ. ശിവഭഗവാനാണ് പ്രതിഷ്ഠ. ഈ ഒരു സിറ്റിക്ക് പേര് കുന്താപുര എന്ന പേര് കിട്ടിയത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ്. കുന്ദവർമ്മൻ മഹാരാജാവാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ചരിത്രവും ഐതിഹ്യവും ഒക്കെ. പവർഫുൾ ആയിട്ടുള്ള ശിവഭഗവാന്റെ ടെമ്പിളാണ് കുന്താപുര ടെമ്പിൾ. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ ശരിക്കും വിചാരിച്ചു നടന്നു പോകാമെന്ന്, പക്ഷെ മഴ, ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നനഞ്ഞു പോകാമല്ലേ. ഇതിങ്ങനെ വന്നും പോയി ഇരിക്കുന്നു മഴ. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി രാവിലെ നമ്മൾ ടെമ്പിൾ വിസിറ്റ്, ടെമ്പിളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് നമ്മൾ ശിവപ്രസാദ് ഹോട്ടലിലേക്ക് വരുന്നു. ഇവിടെ താമസിച്ചെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടുത്തെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണ്. ഇവിടെ ഉച്ചയ്ക്ക് 50 രൂപയ്ക്ക് മിനി മീൽസ് കിട്ടുന്ന സ്ഥലമാണ്. നമ്മൾ മീൽസ് അല്ല കഴിക്കാൻ പോണേ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഓട്ടോറിക്ഷ ഒന്നും ശരിയായില്ല. ഇത്ര അടുത്തായതുകൊണ്ട് ഓട്ടോ കിട്ടാനും പാടാം. ഓക്കെ, നടക്കാം. ചെറിയ ഡ്രസ്സിലിങ്ങേ ഉള്ളൂ, കുറച്ചൊന്നും തന്നെയല്ലേ. ഈ ഭാഗത്തൊക്കെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ദുഃഖത്തിലായിരുന്നു ഞാൻ. പക്ഷേ അവർക്ക് ഇന്നലെ തൊട്ട് മൺസൂൺ സ്റ്റാർട്ട് ചെയ്തു. ഇൻ കേസ്, കുടയും പിടിച്ച് സ്കൂട്ടറിൽ പോകും. ഇൻ കേസ് മഴ, നമ്മൾ വന്ന ദിവസം തൊട്ട് മഴയായിരുന്നെങ്കിൽ ഷൂട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തന്നെ. പക്ഷേ ഇത് കുഴപ്പമില്ല, നമ്മൾ പോകുന്ന സമയമായപ്പോഴേ മഴ വന്നിട്ടുള്ളൂ. ഇത് തന്നെയാണ് ശ്രീ കുന്ദേശ്വര ടെമ്പിൾ. ആ ക്ഷേത്രത്തിൻ്റെ ആർച്ച് വേ കടന്ന് നമ്മൾ മുന്നോട്ട് കുറച്ചിത്ര നടന്നാൽ മതി. നേരെ കാണുന്ന ഭഗവാന്റെ ഗോപുരമാണ്. കുന്താപുരയിലെ കുന്ദേശ്വര ക്ഷേത്രം ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ്. കുന്താപുര പട്ടണത്തിന് ആ പേര് ലഭിച്ചത് തന്നെ അവിടെ നിന്നാണ്. 4 അടി ഉയരമുള്ള ഒരു കറുത്ത കല്ലിൽ നിർമ്മിച്ച ശിവലിംഗവും മനോഹരമായൊരു കുളവും ഇവിടെയുണ്ട്. ശിവലിംഗത്തിന് 4 അടി ഉയരമുണ്ട്. എങ്കിലും 1/3 മാത്രമേ നിലത്തിന് മുകളിൽ കാണാനാകൂ. 2/3 ഭാഗം ഭൂമിക്കടിയിൽ തന്നെയാണ്. ഇവിടുത്തെ മറ്റ് 2 ഉപദൈവങ്ങൾ എന്ന് പറയുന്നത് ഗണപതി ഭഗവാനും പാർവതി ദേവിയുമാണ്. ഇവിടുത്തെ ശിവഭഗവാനെ കുന്ദേശ്വര എന്ന നാമത്തിലാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് വ്യക്തമായ ഒരുപാട് രേഖകളൊന്നുമില്ല. എങ്കിലും ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ചുവരുകളിൽ ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ചുവരെഴുത്തുകൾ, അതിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പഴക്കവും ഇത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തത വരുന്നത്. അതായത് ശ്രീ കുന്ദവർമ്മ മഹാരാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ശിവഭഗവാന്റെ ഒരു വലിയ ഭക്തനായിരുന്നു എന്നാണ് പറയുന്നത്. ഏകദേശം 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നതെന്ന് ആ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. 2006 കർണാടക സർക്കാരിന്റെ അധീനതയിൽ കുറച്ച് അറ്റകുറ്റപ്പണികളും റിനോവേഷൻ വർക്കും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ ഈ പൗരാണിക ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുന്താപുര ക്ഷേത്രത്തിന്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെയാണ്. അതിൽ നിന്നൊക്കെയാണ് മനസ്സിലാകുന്നത് ഇത് 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഒക്കെ നിർമ്മിതമായ ഒരു ക്ഷേത്രമാണെന്ന്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുമ്പോൾ കുന്ദേശ്വര ദീപോത്സവമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരാറുണ്ട് ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട്. മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ മഹാശിവരാത്രി, ഏകാദശി, ഉഗാഡി, കാർത്തിക പൂർണിമ ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം ഇവിടെ വലിയ സെലിബ്രേഷൻസ് ആണ് നടക്കുന്നത്. കുന്ദേശ്വര ക്ഷേത്രത്തിൽ പ്രധാനമായും പ്രാർത്ഥിക്കുന്നത് നല്ല വരനെയോ അല്ലെങ്കിൽ നല്ല വധുവിനെയോ, അതായത് ലൈഫ് പാർട്ട്ണറിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിവാഹമൊന്നും നടക്കാണ്ടിരിക്കുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതായത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഇവിടെ തിങ്കളാഴ്ച വ്രതം, പിന്നെ അതുപോലെ ശ്രാവണ മാസത്തിൽ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ 16 തിങ്കളാഴ്ചകൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുന്ദേശ്വര ഭഗവാൻ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസിനായിട്ട് നല്ല ആരോഗ്യവും സമ്പത്തും സമാധാനവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഭഗവാനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട ഇവിടെ ഇരിക്കണം, ഒന്ന് ഇരുന്നിട്ട് വേണം പോകാൻ. നമുക്ക് ഇനി ശിവപ്രസാദ് ഹോട്ടലിൻ്റെ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. ഓക്കെ, കുന്താപുര ടെമ്പിളിൻ്റെ ക്ഷേത്രങ്ങളും അവിടെ ശിവഭഗവാന്റെ നടുക്കായിട്ടൊരു സ്റ്റാച്യു ഉണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ടെമ്പിളിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണിക്കുന്ന വൺ ഓഫ് ദ പിക്ചർ ഇതാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഹോളി ലേക്കിൻ്റെ നടുക്ക്, ലേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഹോളി പോണ്ട്. മഴ ഉറച്ചു തുടങ്ങി, ഇങ്ങോട്ട് വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഡ്രസ്സിലിംഗ് ഉണ്ട്. പെട്ടെന്ന് പോവാം, പെട്ടെന്ന്. ഇത് ശങ്കരാചാര്യരുടെ ഒരു ാണ് നടന്ന് റോഡിലെത്തി ജസ്റ്റ് ക്രോസ് ചെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ശിവപ്രസാദ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. കുന്താപുരയിൽ എത്തിക്കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റാണ് ഈ ക്ഷേത്രം. കാരണം ഇത് ടൗണിൻ്റെ നടുക്കാണ്. പേര് പോലും ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ശിവഭഗവാന്റെ ശക്തിയുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ മേളിൽ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് 1962 ശിവപ്രസാദ് ഗ്രാൻഡ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്, താമസിക്കാൻ റീസണബിളാണ്, വലിയ പൈസയൊന്നും ആവില്ല. എൻ്റെ കണ്ണാടിയെല്ലാം വെള്ളം, മഴവെള്ളം. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, കയറിയാലോ. ഇപ്പോൾ സമയം ഇപ്പോൾ 8 o'clock. കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൽ പോകണമെങ്കിൽ ഇവിടുന്ന് 40 കിലോമീറ്റർ ഉള്ളൂ, അത്ര അടുത്താണ്. ഓക്കെ, ദിസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഒരു പോയിൻ്റാണ് ഇവിടെ വന്നിട്ട് പോകുന്നവർക്ക്. വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന കടകളുടെ എല്ലാം ഫ്രണ്ടിൽ തന്നെ തിരുപ്പതി ഭഗവാൻ ഉണ്ടാവും, ബാലാജി. സെറ്റ് ദോശ ഉണ്ടോ? 1 സെറ്റ് പൂരി, 1 സെറ്റ് ദോശ. ഓക്കെ ഓക്കെ, ഇഡ്ഡലി വട. പുള്ളിക്ക് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഡ്ഡലി വട, ഇഡ്ഡലി വട. പക്ഷേ ഇവരുടെ ഇഡ്ഡലി വ്യത്യാസമാണ് കുറച്ചുകൂടെ. ഇവിടെ മീൻസ് എല്ലായിടത്തും. ഞാൻ ഒരു കടയിൽ മാത്രമാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കഴിച്ചത്. ബാക്കി എല്ലാ സ്ഥലത്തും ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അതൊക്കെ തരി ഉണ്ടാവും ആ ഇഡ്ഡലിയിൽ. അങ്ങനത്തെ അരി അങ്ങനെ ഫൈനായിട്ട് അരഞ്ഞ് വരുന്നതല്ല, കുറച്ച് റവ ഇഡ്ഡലി പോലെയൊക്കെ തോന്നും. എല്ലാ സ്ഥലത്തും സെയിം ആണ് കേട്ടോ. ഒരു സെക്ടറിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ കടകളിലും കിട്ടുന്ന സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ. പിന്നെ അത് ഓരോ കടയുടെ ഷെഫിൻ്റെ പിടിക്ക് പോലെ ഇരിക്കും. ചില കടകളിൽ കുറേ കൂടെ എക്സലൻ്റ് ആയിരിക്കും. അങ്ങനെ അതായത് സ്ഥിരം കിട്ടുന്ന കാര്യം കേസരി ബാത്ത് ഉണ്ടാവും, പിന്നെന്താ പറയുക ഗോലി ബാജെ, പിന്നെ റവ ഇഡ്ഡലി, പിന്നെ വരുന്നത് പക്കോറാസ്, പിന്നെ ചൗ ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുമാവ് വിത്ത് സ്വീറ്റ് കേസരിയും കൂടെ തരുന്നത്. പിന്നെ അല്ലാണ്ട് കേസരി മാത്രം കേസരി ബാത്ത് കിട്ടും. പിന്നെ ഉപ്പിട്ട് അവലക്കി, ദാറ്റ് ഈസ് അവലക്കി ഈസ് നമ്മുടെ അവലിൻ്റെ കുറച്ച് സ്വീറ്റായിട്ടുള്ള വേർഷൻ വിത്ത് ഉപ്പുമാവ് കഴിക്കാനുള്ളത്. പിന്നെന്താ കാരാബാത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഉപ്പുമാവ് മാത്രം വാങ്ങിക്കാം. മാംഗ്ലൂർ ബൺസ് എവിടെയും കിട്ടും. പിന്നെ പോണ്ടായത് ദഹിവട, ഷവികെ ബാത്ത്, പിന്നെ അക്കി റോട്ടി, റാഗി റോട്ടി, അങ്ങനെ പോകുന്നു. മസാല ദോശ, പിന്നെ ബെന്നെ മസാല ദോശ, എല്ലാ സാധനവും ഒരുപോലെ. പിന്നെ കോഫി, ഫിൽറ്റർ കോഫി, അങ്ങനെ പോകും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഷോപ്പ് പോലെ ചില കടകൾ കുറച്ച് ഫേമസ് ആണ് അതിൻ്റെ ടേസ്റ്റ് വെച്ചിട്ട്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടോ. ഇന്നലെ രാത്രി മാത്രമാണ്, അതായത് കഴിഞ്ഞ പ്രീവിയസ് എപ്പിസോഡ് നിങ്ങൾ കണ്ടുല്ലോ, ചിക്കൻ, അത് നമ്മുടെ ഷെട്ടീസ് ലഞ്ച് ഹോമിൽ പോയി. ആ ഷെട്ടീസ് ലഞ്ച് ഹോം 1956 ഓൺവേർഡ്സ് ഉള്ള കടയാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. വളരെ പഴക്കം ചെന്ന ഷോപ്പാണ്, ഫേമസ്. ഞാനിങ്ങനെ നല്ല ഫേമസും കുറച്ച് പേരെടുത്തതും കുറച്ച് പഴക്കമുള്ളതും ഒക്കെ നോക്കിയാണ് പോകുന്നത് മോസ്റ്റ്ലി. നമ്മുടെ സെലക്ഷൻ തെറ്റാൻ പാടില്ലല്ലോ. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതൊരു സൂചന പോലെ തരാണ്, ഒരു ഇൻഡിക്കേഷൻ. നിങ്ങൾ വരികയാണെങ്കിൽ എന്തൊക്കെ. അപ്പോൾ കഴിയുന്നിടത്തോളം 100% എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒരു കറക്റ്റ് റിവ്യൂ ആൻഡ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാനാണ് ഞാൻ നോക്കുക. ഇന്ന് ഇത് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ നമ്മൾ കേട്ടോ, കുന്താപുരയിൽ. ഇന്ന് ഹാഫ് ഡേ, അതായത് ഉച്ചയ്ക്ക് 12:50 ഉടുപ്പിയിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ രാജധാനി. അപ്പോൾ ഇനി ഇവിടുന്ന് ഉടുപ്പി വരെ ജസ്റ്റ് 1 hour. പെട്ടിയെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഒരു ടാക്സി 11 o'clock വരാൻ പറഞ്ഞിട്ടുണ്ട്. 12 മണിയാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉടുപ്പിയിലെത്തും. നേരെ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ്, അവിടെ നിന്ന് ട്രെയിൻ. സെറ്റ് ദോശ ഐസ്ക്രീം, ഞാനൊരു സെറ്റ് ദോശ ഫാനായി കഴിഞ്ഞു ഈ സെക്ടറിൽ. പെർഫെക്റ്റ്ലി. അതിൻ്റെ കൂടെ കുറുമയാണ് തരുന്നത്. കുറുമ ആൻഡ് ചമ്മന്തി, നോട്ട് സാമ്പാർ. സാമ്പാർ വരുമായിരിക്കും ചിലപ്പോൾ. പൂരി എത്തി. കേസരി അല്ല ചൗ ബാത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവും വരും, അതിൻ്റെ കൂടെ കേസരിയും വരും. അടുത്ത ഐറ്റം എത്തി, പൂരി മസാല വിത്ത്. എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് ചമ്മന്തി കിട്ടും, അതൊരു മസ്റ്റാണ്.
ഇതിപ്പോൾ പൂരി ആൻഡ് കുറുമ എഗെയിൻ. യെസ്, ചൗ ചൗ ബാത്ത്. കേർഡ് വട, നെയ്, ദഹി വട, നെയ്. ഓക്കെ, എന്തൊക്കെ വേണമല്ലോ. ദഹി വടയും ചോദിച്ചു നോക്കിയതാണ്. ചൗ ചൗ ബാത്തിൽ ഇതിൽ കാണുന്ന കേസരിയിൽ കളറില്ല കേട്ടോ, പ്ലെയിൻ കളറാണ്, പക്ഷേ സ്വീറ്റാണ്. ദിസ് ഇസ് സേവറി. അപ്പം നമ്മുടെ സെറ്റ് ദോശയിൽ നിന്ന് തുടങ്ങിയാലോ. സെറ്റ് ദോശ വിത്ത് ചമ്മൻ നോക്കിക്കോളൂ. സെറ്റ് ദോശ അടിപൊളി. ഒരു വലിയ സെറ്റ് ദോശ ഫാനായ ഞാൻ എൻ്റെ സെറ്റ് ദോശയായി മല്ലിയിലേക്ക് ട്രൈ ചെയ്യുന്നത് ടോപ്പിൽ. ചില ആൾക്കാർ ക്യാരറ്റ് കൂടിയൊക്കെ ചെയ്തിടും. സൂപ്പർ. നല്ല ചട്നി. നമ്മുടെ ചൗ ചൗ ബാത്ത് ഇതിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ തന്നെ കഴിക്കണം. മധുരവും കേസരി ബാത്തും ഉപ്പുമാവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ആ മധുരവും ചെറിയൊരു സേവറി ഐറ്റം നമ്മുടെ കാരാബാത്ത് ആൻഡ് കേസരി ബാത്ത്. എന്താ ടേസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഈ ഒരു രീതി ആണ് ചൗ ചൗ ബാത്ത്. നമ്മുടെ പൂരി, പൂരി വിത്ത് കുറുമയാണ് കേട്ടോ. അതിൻ്റെ ചമ്മന്തി ഉണ്ട്, അത് വേറെ കാര്യം. കുറുമ ഇസ് ഓൾസോ ഗുഡ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. ഇത് യെല്ലോ ആണ്, ഒട്ടും ഓറഞ്ച് കളറില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഏത് കടയിൽ പോയി ഭക്ഷണം കഴിച്ചാലും വളരെ ലാഭമാണ്, പൈസ അധികം ആകുകയില്ല. ഭയങ്കര ചീപ്പാണ്. ഫുഡ്, അക്കോമഡേഷൻ എല്ലാം വിലക്കുറവാണ്. ഇപ്പോൾ കുന്താപുര ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങൾ മൂകാംബിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതും കൂടി ചേർത്ത് പ്ലാൻ ചെയ്യും. കുറേ ക്ഷേത്രങ്ങളുണ്ട്, കുറേ നല്ല ഭക്ഷണം കഴിക്കാം, കുറേ നല്ല ബീച്ചസ് ഉണ്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് ബീച്ചസ് അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. മഴ തുടങ്ങിപ്പോയി, അതുകൊണ്ടാണ്. കോഫി വന്നു, ഫിൽറ്റർ കോഫി ഉണ്ട് ഇവിടെ, പക്ഷേ ഞാൻ ബ്ലാക്ക് കോഫിയാണ് പറഞ്ഞത്, ലൈറ്റ്. ഓക്കെ, ഒരു പ്രത്യേക സ്റ്റീൽ ഡിസൈനാണ്, നല്ല ചൂടുണ്ട്. അതിനാണ് ഇങ്ങനെ ഒരു ഡവറ പോലൊരു സംഭവം ചെയ്തത്, തണുപ്പിച്ച് കുടിക്കാം. ഓക്കെ, അപ്പം ലൈറ്റ് കോഫിയാണ് പറഞ്ഞത്, ലൈറ്റ്. അപ്പം എല്ലാവരും വിത്ത് ഷുഗർ ഇല്ല, ഞാൻ ഷുഗർ വേണം. കൊള്ളാം, നൈസ്. ബില്ല് വന്നു കേട്ടോ, കോമഡി നോക്കിക്കോളൂ. 365 ഉള്ളി, ഇത്രയും കഴിച്ചു. ഞങ്ങൾ 3 പേര് കഴിച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ കണ്ടല്ലോ എത്ര സാധനം വാങ്ങിച്ചു, അതുപോലെ വീണ്ടും കുറേ സാധനങ്ങൾ മേടിച്ചു. കൂടെയുള്ള ആൾക്കാർ കഴിക്കുന്ന ഐറ്റം നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, എല്ലാവരും എല്ലാ കാര്യങ്ങളും കഴിക്കുന്നു. നമ്മൾ അവരുടെ പ്രൈവസി മാനിച്ച് അതൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിനൊരു മറുപടി ഇതാണ് അതിൻ്റെ ഒരു റിപ്ലൈ. ഓക്കെ, ആഹാ, നല്ല നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8:45. പ്രഭു എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം, പ്രഭു ഐസ്ക്രീം. 10 മണിക്ക് തുറക്കുമെന്ന് വിചാരിക്കുന്നു, 10-10:15. നമ്മളായിരിക്കും ആദ്യത്തെ കസ്റ്റമേഴ്സ്. രാവിലെ ഐസ്ക്രീം കഴിക്കാൻ മഴയെ തര പോകുന്നതല്ലേ, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, തിരിച്ചു പോണ്ടേ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഇനിയിപ്പോൾ കുന്താപുര വന്ന് ഇനി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി മാത്രം വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴും വരാമല്ലോ. അങ്ങനെ ശിവപ്രസാദ് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. പ്രഭൂസ് തുറന്നിട്ടില്ലതേ, പ്രഭു ഐസ്ക്രീം പാർലർ, ക്രീം പാർലർ. അപ്പോൾ ഇതുവഴി നടന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇവരുടെ തന്നെ ഹോട്ടലാണ് കേട്ടോ. ഇതുവഴി നടന്ന് കാറ് പോകുന്ന ബാക്ക് സൈഡിലാണ്. നമ്മൾ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ഐഡിയലിൻ്റെ ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. കുന്താപുരയിൽ കംപ്ലീറ്റ് ഐസ്ക്രീം ഐഡിയലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ഥലം കേട്ടോ ഇത്. വണ്ടികളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കി. ശിവപ്രസാദ് ഗ്രാൻഡിൻ്റെ ബോർഡ് കണ്ടല്ലോ, ഇതിനകത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇത് സെയിം മാനേജ്മെൻറ്റാണ് ആ റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ ഇരുന്ന് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ഹോട്ടൽ. എസ്റ്റാബ്ലിഷ്ഡ് 1962, 1962 മുതലുള്ള ഹോട്ടൽ. അപ്കീപ്പൊക്കെ ഉണ്ടാവും സ്വാഭാവികം. ഓഹോ, ഇവിടെ ഒരു ലോ സ്കൂളും ഉണ്ട്. ഇവരുടെ ഹോട്ടലിനോട് ചേർന്ന് ഇവിടെ ആ ഒരു സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ ഈ ലോ സ്കൂള്, ഓക്വുഡ് ലോ സ്കൂൾ, കുന്താപുര. ഇതായിരുന്നു എൻ്റെ റൂം. ഞാനിപ്പോൾ റൂമിലെത്തി. ഏകദേശം ഇതൊരു സ്യൂട്ട് റൂമാണ്, പക്ഷെ ഭയങ്കര ലാഭമാണ്. 2800 ഉള്ളൂ ഈ സ്യൂട്ട് റൂമിന്. നല്ല വെരി സ്പേഷ്യസ്. ഇപ്പോൾ കുളമായിരിക്കുകയാണ്, ഞാൻ പോകുന്ന പോക്കാണല്ലോ. വന്നപ്പോൾ അടിപൊളിയായിട്ടാണ് വെച്ചിരുന്നത്. ഓക്കെ, നല്ലൊരു ബാത്റൂമും ഒക്കെ ആയിട്ട്, നല്ലൊരു ബാത്റൂമും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഓക്കെ, പുറത്ത് നല്ല ഇവരുടെ ഹോട്ടൽ, പക്ഷേ വെയിലായി ഇപ്പോൾ. ഓക്കെ, താഴെ വരെ കാണാം. ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പ്രഭൂസ് ഐസ്ക്രീം അല്ല, ക്രീം പാർലർ, ഐസൊന്നുമില്ല, ക്രീം പാർലർ. അത് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 10 മണി കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്, കണ്ടല്ലേ ഞാൻ നടന്നു വരുന്നത്.
അത് കഴിഞ്ഞിട്ട് എല്ലാ പെട്ടിയെല്ലാം റെഡിയാണ്. അതായത് നോക്കൂ, എല്ലാം പാക്ഡ്, ഓൾ പാക്ഡ്. ഓക്കെ, ടാക്സി പറഞ്ഞിരിക്കുന്നത് 11 മണിക്കാണ്. അപ്പോൾ അതുവരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതും കൂടി തീർത്തിട്ട് തിരിച്ച് നമ്മൾ ഉടുപ്പിയിലേക്ക് പോകും. 1 അവർ 12-10 ആകുമ്പോൾ നമ്മൾ എന്തായാലും എത്തും ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ട്രെയിനിൽ കയറി നാട്ടിലേക്കുള്ള യാത്ര. സമാധാനം, എന്തായാലും സക്സസ്ഫുള്ളി എല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി പോകാൻ പറ്റുന്നു. അതാണൊരു സന്തോഷം. അസുഖമൊന്നും വന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. വിചാരിച്ച പോലെയൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് കാണാനും ഷൂട്ട് ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി പാക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കാറിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു. അത് പുതിയൊരു ടാക്സിയിലാണ് പോകുന്നത്. പക്ഷേ പ്രഭൂസ് ഐസ്ക്രീം എന്നുള്ള കട തുറന്നിട്ടില്ല, ഈ സമയം വരെയും തുറന്നിട്ടില്ല. ഇപ്പം മണി 11 ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി നിന്ന് കഴിഞ്ഞാൽ ഡിലേ ആവും. പക്ഷേ നമ്മുടെ ട്രെയിൻ ഓൾറെഡി ഡിലേഡാണ്. 1-1:15 ആവുമെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ എന്നാലും ഒരു റിസ്ക് എടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുന്താപൂരിലേക്ക് വരികയാണെങ്കിൽ പ്രഭു ക്രീം എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലും കൂടി ഒന്ന് കയറാൻ നോക്കുക. നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഓക്കെ, ടാക്സി ഈസ് വെയിറ്റിംഗ്, നമുക്ക് പോകാം. എല്ലാം പെട്ടിയെല്ലാം കയറ്റി കഴിയും. ആൻഡ് ഫൈനലി ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ 45 മിനിറ്റ്സ് നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ട്. 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും. ഓക്കെ, രാജധാനി എക്സ്പ്രസ്സാണ് അങ്ങോട്ട് പോയ അതേ സെയിം ട്രെയിൻ. ഇത് പക്ഷേ ഡൽഹിയിൽ നിന്ന് വരും. ഓൺ ദ വേ നമ്മളെ പിക്ക് ചെയ്യുന്നു. ഇവിടെ 2 മിനിറ്റ് നിർത്തുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ കുറേ കൂടെ കംഫർട്ടബിളാണ്. കാര്യം ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നല്ലേ കയറുന്നത്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് കയറാം. ഇത് ഹറിബറിയിൽ പെട്ടെന്ന് കയറണം. രാത്രി ഒരു 1:30 നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിലെത്തും. ഡേ ടൈം ആയിരിക്കും കൂടുതൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് രാത്രിയും കുറേ നേരം. ഈ ട്രിപ്പിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കാർക്കല, മൂഡബദ്രി, ശൃംഗേരി, അഗുംബെ, ഇങ്ങനെ നമ്മൾ ഹെബ്രി, ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോലെ തന്നെയായിരുന്നു. ആൻഡ് സ്റ്റാർട്ടിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മുരുദേശ്വർ ആൻഡ് ഫൈനലി കുന്താപുര. ഞാൻ പ്ലാൻ ചെയ്തതിൽ നടക്കാതെ പോയത് ഈ ഒരു ട്രിപ്പിൽ നടക്കുന്ന അത്ര ഉറപ്പില്ലായിരുന്നു. മൂകാംബിക ആൻഡ് ഗോകർണ, അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പോകാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ജേണി ആയിട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് 5 ഫുൾ ഡേയ്സ് ആൻഡ് ട്രാവലിൻ്റെ 2 ദിവസം അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെ ഒരു 7 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയാണല്ലോ. കൂടുതൽ ദിവസം ഒരു പക്ഷേ നമുക്ക് 2 ആഴ്ചയൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറേ ഏരിയ ഒറ്റ ട്രിപ്പിന് കറങ്ങിയിട്ട് വരാം. പക്ഷെ അതാണ് കുറച്ചുകൂടെ ലാഭവും, എനിക്ക് എക്കണോമിക്കലായിട്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് കുറേ കൂടെ കൂടുതൽ ബഡ്ജറ്റും നല്ല ബഡ്ജറ്റാവുന്ന ട്രിപ്സ് തന്നെയാണ്. പക്ഷേ അതൊരു സന്തോഷം, പാഷൻ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സന്തോഷമാണ്. എന്തായാലും ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ വിശേഷം കൂടി ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കും. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ രാജധാനി വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഇനി മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. അതുവരെ.